ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പാ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പാ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. നമ്മൾ ഇന്നലെയാണ് ഇന്നിപ്പോൾ 26-ാം ദിവസം. ഇനി 31-ാമത്തെ ദിവസം ആണ് നമുക്ക് ഇവിടെ പാരായണം നമ്മൾ അന്നാണ് സമർപ്പിക്കണത്. കാരണം 32-ാമത്തെ ദിവസം സമ്പൂർണ്ണ പാരായണം നമ്മൾ തീരുമാനിച്ച കാരണം കൊണ്ട്. അപ്പോൾ വ്യാഴാഴ്ചയാണ് നല്ലൊരു ദിവസം. ശ്രീരാമ പട്ടാഭിഷേകം വരുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ പട്ടാഭിഷേകത്തിൻ്റെ അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത പോലെ ഇങ്ങനെ ഒരു അർച്ചന, അഷ്ടോത്തര അർച്ചന നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാം. അത്രയും വ്യാഴാഴ്ച വരുമ്പോൾ കസാരകളൊക്കെ നീക്കി എല്ലാവരും പായൊക്കെ ഇട്ടിട്ട് ഇരിക്കുക. ആ പട്ടാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അർച്ചന ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പാരായണം ചെയ്ത് സമർപ്പിക്കാം. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. വ്യാഴവും വെള്ളി ഇത്രയും ദിവസം നമ്മൾ പാരായണം ചെയ്തില്ല. അപ്പോൾ 2 ദിവസം കുറച്ച് സമയം എടുക്കും. അതിന് കണക്കാക്കിയിട്ട് എല്ലാവരും വരണം. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ. കുറച്ച് സമയം നമ്മൾ എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ച നാമം ജപിക്കുന്ന പോലെ തുടക്കം കുറച്ച് നാമം ജപിക്കും. അത് കഴിഞ്ഞിട്ടാണ് രാമായണം വായിക്കുക. എല്ലാ ദിവസത്തെ അത്ര 1 മണിക്കൂറാണ് നമ്മൾ നാമജപം. അന്ന് അത്ര ഉണ്ടാവില്ല. കുറച്ച് നേരം നാമം ജപിച്ചിട്ട് രാമായണ പാരായണം സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും സമയം വൈകുമല്ലോ. അതുകൊണ്ടാണ്. എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ അധികം ദിവസങ്ങളില്ല. നമ്മളെന്ന് തുടങ്ങിയിട്ട് ഇതുവരെ യാതൊരു മുടക്കവും ഇല്ലാണ്ട് നമ്മുടെ ഭഗവാൻ നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനിയും തുടർന്നും ഒരു മുടക്കവും ഇല്ലാണ്ട് ഇവിടെ എത്തട്ടെ എന്ന് വിചാരിക്കുകയാണ്.
ഇതുവരെ പാരായണത്തിന് വന്നിട്ട് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുള്ള സുഗതികളായിട്ടുള്ളവരുടെയൊക്കെ പാദത്തിൽ എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഒറ്റ ദിവസം മുടങ്ങാണ്ട് ഇവിടെ എത്തുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ. അവരുടെയൊക്കെ പാദത്തിൽ നമസ്കരിക്കുകയാണ്. കാരണം മഴയായാലും വെയിലായാലും എന്ത് ബുദ്ധിമുട്ടായാലും അതിനൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. നമ്മുടെ ആ പാരായണം ആരംഭിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ പൂവ് അവിടെ വെച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ നാമം ജപിക്കുമ്പോൾ പറയണമെന്നില്ല, എല്ലാവരും ഉറക്കെ ജപിക്കുക. എപ്പോഴും അത് പറയണ്ടല്ലോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓരോ തവണയും നാമം ജപിക്കുമ്പോൾ ഇവിടെ ഹരേ രാമ എന്ന് പറയുമ്പോൾ അത്രയും കൊതിയോടുകൂടി ഉറക്കം ജപിക്കണം. കാരണം ഒരു നാമം ജപിക്കാനായിട്ട് സാധിച്ചാൽ അത് അത്രയും പുണ്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ആ മനസ്സ് നിറഞ്ഞിട്ട് ആ സമർപ്പണത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ജപിക്കുമ്പോൾ നമ്മുടെ ശബ്ദമൊക്കെ അല്ലേ നമ്മൾ അങ്ങനെ നല്ല ശബ്ദത്തിൽ നമുക്ക് ജപിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിൽ ഇത്തിരി ശബ്ദം താഴ്ന്നാൽ അവിടെ ശബ്ദം ഉയരണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴാണ് അത് ശരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമാവുള്ളൂ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉറക്കെ എല്ലാവരും കൂടി ലയത്തിൽ നാമം ജപിക്കുമ്പോൾ നമുക്ക് എന്തൊരു ലയ കിട്ടണേ. അതേസമയം അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആലസ്യമാണ്. അപ്പോൾ അത് നമുക്ക് ആനന്ദത്തിനെ തരണുണ്ട്. എല്ലാവരുടെ മനസ്സ് ഒരുപോലെ ഭഗവാനിലേക്ക് വെച്ചിട്ട് നാമം ജപിക്കുമ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുവാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം.
ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. ശ്രീഹരയേ നമ. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് ദിവ്യ ഔഷധ ഫലം എന്നുള്ള ഭാഗം വരെയാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അപ്പോൾ ആ ദിവ്യ ഔഷധമായിട്ടുള്ള മൃതസഞ്ജീവനി കൊണ്ടുവന്നപ്പോൾ ആ വനരന്മാരും മറ്റുള്ളവരൊക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റതുപോലെ എഴുന്നേറ്റു. അതേസമയം രാക്ഷസന്മാർ മരിച്ചവരെ എടുത്ത് കടലിലിട്ടത് കൊണ്ട് അവരെ ആരും ജീവിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. ഇനി മേഘനാഥാവതം എന്നുള്ള ഭാഗമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രാഘവന്മാരും മഹാകവീവീരരും ശോകാമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടാനായകന്മാരോടു ചൊല്ലിനാൻ അർക്കാതനയനും മംഗതനും തഥാ നിൽക്കരൂതാരും പുറത്തിനീ വാനര ഒക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്കാഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതിരെ കൂപാതടാകങ്ങൾ ദൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും മന്ദകൻ വീട്ടിനയക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു ദരൂതരെ വെച്ചു തുടങ്ങിനാൻ പ്രാസാദ ഗോപുരാരമ്യ കർമ്മങ്ങളും കാസിസ കാഞ്ചന രൂപതാമ്രങ്ങളും ആയുധാശാലകളാഭരണങ്ങളും ആയോധനങ്ങളും മജ്ജനാശാലയും വാരണാവൃന്ദവും വാജീസമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ചക്രനോടങ്ങറിയിപ്പാൻ അനാകുലം മാരുതി ചുട്ടതിയിലേറെ നന്നായി ചമഞ്ഞൊരു ലങ്കാപുരം പുതിയായി വന്നിതു. രാത്രിയിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തൂതരൂതരച്ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചിതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലാവേ ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലേറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജന്യാത ഘോഷവും ആനകൾ വെന്തലേറിയിടുന്ന ഘോഷവും ദീനതാപുണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ച മഞ്ഞിതു ചിന്താ മുഴുത്തു ദശാനന വീരരും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശൂപു നീ പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടൻ. കുംഭനും താനും പ്രജങ്കനും എത്രയും വൻപുള്ള യൂപാക്ഷനും ചോണിതാക്ഷനും വൻപടായോടും പുറപ്പെട്ടു ചെന്നളാവിമ്പം കലർന്നടുത്താൻ കവീവീരരും രാത്രിയിലാത്തങ്ങടുത്തു പൊരുതരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും കൂട്ടാശസ്ത്രാർത്ഥങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ജഗധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തും ഭരിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയെടുക്കയും വനര രാക്ഷസന്മാർ പൊരുതാരഭീമാനം നടിച്ചും ത്യജിച്ചും കളേപരം
4-5 നാഴിക നേരം പൊരുതവൾ കാലാപുരി പുക്കിതേറ്റാ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കപികളും കമ്പം കലർന്ന് ഒഴിഞ്ചാരതു കണ്ടതാ ജമ്പാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും യഥാ ശോണിതാ നേത്രനും കോപിച്ചെടുത്താർ. അതുനേരം അങ്കദൻ കൗപണന്മാർ മൂവരോടും പൊരുതീ ക്ഷീണനായി വന്നിതു ബാലീതനയനും മൈന്ദനും വിവീതനുമായി തത്ര മന്ദേതരം അടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെ താരേയനുമതാ പിന്നെ വണ്ണം വിവീതൻ മഹാബലൻ കൊന്നിതു ചോണിത നേത്രനെയുമത മൈന്ദരെയും യൂപാക്ഷനെയും കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചര പ്രവരന്മാർ 4 മർത്യൂപുരം പ്രവേശിച്ചോരനന്തരം കുംഭാനണഞ്ഞു ചരം പൊഴിച്ചിടിനാൻ വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാൻ. സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വീൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ദിയിൽ വാരന്നിധിയും കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചീടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംബൻ പരീഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാചിരെ സിംഹനാഥൻ ചെയ്തടുത്താൻ. അതൂ നേരം സുഗ്രീവനെ പിന്നിലേട്ടു വാതാത്മജനഗ്രേ ചെറുത്തൻ നികുംബനെ തൽക്ഷണേ മാരുതി മാറിയിലടച്ചാൻ. നികുംബനും പാരിൽ നുറുങ്ങി വീണു തൽപരീഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനധീകൃതനായോരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു വണ്ടിനൻ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താൻ കബീവീരരും ലങ്കയിൽ കടച്ചാരവരും ചെന്നു ലങ്കേശനോട് അറിയിച്ചോരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ഉദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഹരാത്മജന്മാരാം മഹാരാക്ഷനന്യൂന്യ കോപേന ചൊന്നന്തശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന്. അന്നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഗമോടു അടുത്തൂരണാങ്കണേ പന്നകാതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞ ഭയപ്പെട്ടു വാനറച്ചെന്ന ഭയം തരീകെന്ന് രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലു കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പം എയ്താൻമകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമെപ്പോ പൊരൂതി നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഹരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിയിലിരുന്നു ഒരു ചാപവും തേരും പൊടിപ്പെടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു വരാമടുത്ത മകരക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്തു മുട്ടു തീർത്തിയിടിനാൻ. രാവണി താനറിഞ്ഞു കോപിച്ചു ആരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു. ദേവാകുലാന്തികാനാകിയ രാവണൻ ഈ 7 ലോകം നടുങ്ങും പരീജാതകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോഴതു കണ്ടു മേഘാനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോഴടിയാനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം പുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിരിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു മിത്രാരിചിത്തം പുറപ്പെട്ടു പോരിന യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടു മിഥ്യാമുണർത്തിച്ചരുളിനാൻ.
നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കബീവീരന്മാരെയും നമ്മയും വസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്ന എത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലാമനുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോട് ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാമസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലായിലേവനും. ഞാനിവനോട് ഇവനെല്ലാവരും ദീനതായെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമാഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലാനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതീതാനും പരവശനായതു വാനരാവീരന്മാരെല്ലാരും കാണേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടുമയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൻ. ചോരയും പാരിൽ വരന്നിതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ ഇതിൽ പരാമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവതമ്മ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു. ശോകാതുരനായ മാരുതാനന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവാനും തഥാ ചൊല്ലിനൻ ജാമ്പവാൻ തന്നോട് സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞോടു മാറില്ലവൻ. നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന ബർക്കരുതേതുമേ. മിഥമാകർണ്യ വിധീസുതാനം കപീസത്തമന്മാരുമായി ചെന്നു ലഘൂതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നതു ഭവാൻ ബന്ധമങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും അങ്ങോട്ടിനി എന്നുടൻ മാരുതി ചെന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചു മൈഥിലി തന്നെ നാശവൃത്താന്ത എപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുവടിതൻ ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൽപാദ അഞ്ജനാപുത്രനും. ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സംഗരായവരൊക്കെ കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചു അവിടേക്ക് വന്നു. വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാരുതാധീശ്വരൻ ചെന്ന വൃത്താന്തങ്ങൾ കയ്യിനാ കൊട്ടിച്ചിരിച്ചു. വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരാൻ ആരുമുണ്ടായി വരാ. മായാനിപൂണനം മേഘാനിതാന്തനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരു ഭയമത്യത്ഭുതം. ചെന്നിനീ ഹോമം മുടക്കേണമല്ലാകിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നടു നിൽക്കാതെയാ നിധേ ലക്ഷ്മണനു മടിയനും കബീകുല മുഖ്യ പ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ. യാത്രായക്കണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുള്ള വാലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസാപുങ്കവാ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകപീസേനയും രക്ഷാവരനും നടന്നാൻ അതിദ്രുതം. മൈന്ദൻ വിവേദൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനേതനും ധീരൻ പ്രമാദീധപരീജാംഭവൻ പാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ ദതീമുഖൻ അഗ്നിമുഖൻ ഗജൻ
മേതുരൻ ധൂമ്രൻകയ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ കടന്നു, വിഭീഷണൻ താനുമായി ചെന്നു, നികുംബലാബുക്കോ നിറഞ്ഞിതു. നക്തഞ്ചരന്മാരവരെ ചുഴലുവെ നിർത്തിഹോമം തുടങ്ങിയിടിനാൻ. നക്തഞ്ചരന്മാരവരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എല്ലാവരുമായെടുത്തു. കവികളും ഏറുമേറ്റം കൊണ്ട് വീണു തുടങ്ങിനാനറ്റമില്ലാതോരോ രാക്ഷസാവീരരും. മുറ്റുകായില്ല ഹോമം നമുക്കിനി പറ്റരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു. രാവണി വില്ലൻ ശരങ്ങളും കൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുതാ സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നിഖിംബിലയിൽ തറമേലേറി നിന്നു. ദശാനനപുത്രനോ അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠതാ തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില ഹോമാവിയം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാതൃതം. മാരുതാനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ. മൃത്യുസമയമടുത്തവൻ ഇന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണം ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനൻ. വ്യത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തൊടുത്തിത് ഇന്ദ്രജിത്തും അത്യർത്ഥ അസ്ത്രമെയ്തിടിനൻ. അപ്പോൾ കഴുത്തിയിലെടുത്തു മരുസുതാനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നൻ ദശാനനപുത്രനും. രാക്ഷസാരാദിജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥിവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോ തീടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ. വിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തുകൊണ്ടോളം ഗതിയില്ല നിർണയം. ഊർധലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധാമതം. ശസ്ത്രജ്ഞനം നീ കുലത്തെ ഒടുക്കുവാനസയാ വേല ചെയ്യുന്നതത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനു. നീയും നിൻ പിതാവും അറിയുക, നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവന്നിന്നു ഞാൻ അംശുമാലി കുലാനായകാനുഗ്രഹാൽ. അങ്ങിനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞിത. ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചു. കണ്ടുകൊള്ളല്ലായെങ്കിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ. ഇത്തം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനും ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരാമേതു വാനരാവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ. തക്ഷണം ബാണം പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും സഹസ്രാണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരാമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപാമെടുത്തു കുലച്ചവാനറ്റമില്ലാതോളം ബാണങ്ങൾ തൂക്കിനാൻ. പിന്നെ 3 അമ്പെയ്തു അതും മുറിച്ചിടിനാൻ. മന്നവൻ ഭക്തി കണ്ടാത്മജനം നേരം ഊറ്റമായോ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റാമെടുത്തു ബാണങ്ങൾ തൂകിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞീല വന്നതും പോയതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കൊണ്ടൊരു സാരസാ സംഭവാനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോലുണ്ടായതിൽ ഇനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരാപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ദൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവാ ദൈവതാമസ്ത്രം കുമാരനും.
രാഘവൻ ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പാദ രാഘവൻ തൻ പാദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ച യച്ചാനതു ചെന്നു. പങ്ക്തി കണ്ടാൽ ഭജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധൂജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാധോണിയിൽ വന്നു ബുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനൻ. പുഷ്പങ്ങളും വരിഷിച്ചാർ ഉടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും തപാമകന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. താപസന്മാരും ഗഗനാചരന്മാരും ദുന്ദുബീനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണലിയിട്ടു ശംഖും വിളിച്ചുടന്ന സിംഹനാഥൻ ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തു രാഘവനുടമോദം കലർന്നിടിനാൻ മുദനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു. ദുഷ്കരാമെത്രയും നീ ചെയ്ത കാര്യം. രാവണീ യുദ്ധേ മരിച്ചതു കാരണം. രാവണൻ താനും മരിച്ചാനറിയുക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും. പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും ജാനകീ ജീവനസ്മരണം. ഹരേ രാമ ഹരേ രാമ ശ്രീഹരയേ നമ. അങ്ങനെ രാമലക്ഷ്മണന്മാർ ഒക്കെ അവിടെ നിന്ന് ആ ഔഷധഫലം കൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി ഉണർന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി ഇവിടെ കാത്തു നിന്നാൽ പറ്റില്ല. നേരെ ലങ്കയുടെ ഉള്ളിലേക്ക് കടന്നിട്ട് വീടുകളൊക്കെ കൊള്ളി വയ്ക്കുക, മരങ്ങളൊക്കെ മുറിച്ച് തള്ളുക, ആ തടാകങ്ങൾ അതൊക്കെ ഇടിച്ചു നിരത്തുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഗോപുരവാതിലൊക്കെ ഇടിച്ചു നിരത്തണം, കിടങ്ങുകൾ നിരപ്പാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വാനരന്മാരെല്ലാവരും കൂടി ഉള്ളിൽ കടന്നിട്ട് ആ ലങ്കയെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഇന്ദ്രജിത്തിൻ്റെ ആ വിജയം വളരെ അത്ഭുതകരമെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇവിടെ രാക്ഷസന്മാരെ വീണ്ടും നിഗ്രഹിക്കാൻ പോണു. രാക്ഷസന്മാരുടെ കരച്ചിൽ, വാനരന്മാരുടെ ലഹളയൊക്കെ കേട്ടിട്ട് അവിടെ ആകെ രാവണൻ പരിഭ്രമിച്ചു പോയി. അപ്പോൾ രാവണൻ്റെ നിർദ്ദേശപ്രകാരം പൗരിന് വേണ്ടിയിട്ട് കുംഭൻ, നികുംഭൻ, പ്രജങ്കൻ തുടങ്ങിയിട്ട് യൂപാക്ഷൻ, ശോണിതാക്ഷൻ എന്നൊക്കെ തുടങ്ങി അവരൊക്കെ ചെന്ന് യുദ്ധം ചെയ്ത് അവരെല്ലാം യുദ്ധത്തിന് മരിച്ചു പോയി. അങ്ങനെ അത് കേട്ട് അവരെല്ലാം മരിച്ചു പോയെന്നപ്പോൾ പിന്നെന്ത് ചെയ്തു, ഖരൻ്റെ പുത്രനായിട്ടുള്ള മകരാക്ഷനെ വിളിച്ചിട്ട് പറഞ്ഞു, രാമാദികളെ ജയിച്ചിട്ട് വരാൻ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. അവരും അതിമനോഹരമായിട്ടുള്ള യുദ്ധം ചെയ്തിട്ട് അവരൊക്കെ മരിച്ചു. അങ്ങനെ മേഘനാഥൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ചെന്നിട്ട് ശത്രുക്കളെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. എൻ്റെ ആ ധൈര്യത്തിൽ അച്ഛന്, കാരണം ഇതിനു മുമ്പ് ആ ശക്തി കണ്ടതല്ലേ, അപ്പം അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോണു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്ത് ഇങ്ങനെ വന്നിട്ട് മായയിൽ മറിഞ്ഞു നിന്നിട്ട് ബ്രഹ്മാസ്ത്രമൊക്കെ പ്രയോഗിച്ച് ഇങ്ങനെ വധിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ഇതിനൊരു അറ്റുണ്ടാവുക, അതുപോലെ തുടങ്ങിയാൽ. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് രാക്ഷസവംശത്തെ മുഴുവനും നശിപ്പിക്കണമെന്ന് ശ്രീരാമസ്വാമിയോട് നമ്മുടെ ലക്ഷ്മണൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, വരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പോർക്കളത്തിൽ വന്നിട്ട് തോറ്റ് പിന്തിരിഞ്ഞ് ഓടണവർ, അതുപോലെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യാത്തവർ, പിന്നെ കാൽക്കൽ വീണിട്ട് അഭയം പ്രാപിക്കണവരെ നേരെയൊന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ പ്രയോഗിച്ചാൽ അതിൽ നിയമലംഘനാണ്, അതുകൊണ്ട് പാപം ഉണ്ടായിത്തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ മേഘനാഥൻ എന്താ ചെയ്തേ, മേഘനാഥൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തൻ്റെ ആ മായാശക്തി കൊണ്ട് സീതയെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും മുമ്പിലും വെച്ചിട്ട് സീതയുടെ കഴുത്ത് വെട്ടിയിട്ട് മേഘനാഥൻ പോയി. അപ്പോൾ എല്ലാവർക്കും വിഷമായി, എല്ലാവരും ദുഃഖിച്ചു. സീത മരിച്ചു, ഇനിയിപ്പോൾ എന്തിനാ യുദ്ധം ചെയ്യണേ, ചെന്ന് വിവരം പറയാമെന്ന് പറഞ്ഞിട്ട് ഹനുമാനും എല്ലാവരും കൂടി ചെന്നിട്ട് വിവരം പറയുകയാണ്. അങ്ങനെ ചെന്ന് വിവരം പറയും, രാമനോട് ചെന്ന് പറയും. അപ്പോൾ രാമനും അവിടെ മോഹിച്ച് ആകെ എല്ലാവരും വല്ലാത്ത സങ്കടത്തിൽ നിൽക്കണം കേട്ടപ്പോൾ വിഭീഷണൻ ഇതെന്താണ് എന്നറിയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ആ വിഭീഷണൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്താ അറിയുക,
നിങ്ങൾ ഈ കുരങ്ങന്മാർക്ക് ഈ രാക്ഷസന്മാർ വല്ല കാര്യം അറിയാം. അത് ശരിക്കുള്ള സീതയെ കൊല്ലാൻ ആർക്ക് സാധിക്കും? ആ ജഗന്മാതാവല്ലേ, അതിന് വല്ലവർക്കും സാധിക്കുമോ എന്ന്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് ഈ യുദ്ധമായാലും നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോണത്. കാരണം ഇപ്പോൾ ഈ യുദ്ധം പറയണ്ടല്ലേ, ആ യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരിക്കൽ രാമൻ്റെ ആൾക്കാർ ജയിച്ചു വരുന്നു, പിന്നെ അപ്പോൾ രാവണന് തോൽവി ഉണ്ടാവണു, പിന്നെ രാവണൻ്റെ ആൾക്കാർ ജയിച്ചു വരുന്നു, അപ്പോൾ രാമന് തോൽവി ഉണ്ടാവണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ആസുരികമായ ഭാവം ഉയർന്നു നിൽക്കുമ്പോൾ അതാണ് രാവണൻ്റെ ജയം. നമ്മുടെ ജീവിതത്തിലെ ആ സാത്വികമായ ഉയർന്നു നിൽക്കുമ്പോൾ അത് രാമൻ്റെ ജയം. അപ്പം അങ്ങനെ ആ സാത്വികമായ സത്യമാണ്, സനാതന ധർമ്മമാണ്, ധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ്, സനാതന ധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം. ആ ധർമ്മത്തിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയാലും, ആ സത്യത്തിനെ എത്ര ഇല്ലാണ്ടാക്കാൻ പരിശ്രമിച്ചാലും അവസാന ജയം ആ സത്യത്തിനാണ്, ആ ധർമ്മത്തിനാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അവസാനം ആർക്കാ ജയം ഉണ്ടാവണേ? രാമനെ. അപ്പോൾ എത്ര ആദ്യമൊക്കെ ജയിച്ചു തോറ്റു എന്ന് തോന്നും. അതിനിടയ്ക്ക് ഇതുപോലെ പല വിധത്തിലുള്ള ഇങ്ങനെ നമുക്ക് സത്യമാണെന്ന് തോന്നണ പോലെ പലതും കണ്ടു എന്ന് വരും. അപ്പോൾ വീണ്ടും വിചാരമില്ലാണ്ട് ആ വിവേകം നഷ്ടപ്പെട്ടിട്ട് വികാരത്തോട് കൂടിയിട്ട് നമ്മളതിനെ നേരിടുമ്പോൾ നമുക്കത് അപകടമാവും, നമുക്ക് ആ തെറ്റിദ്ധാരണയുണ്ടാവും. അപ്പോൾ എന്തുണ്ടെങ്കിലും വികാരത്തോട് കൂടിയിട്ടല്ല വിവേകത്തോട് കൂടിയിട്ട് വേണം. ഈ നമ്മുടെ സനാതനധർമ്മം നശിച്ചു പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത്, അതിനെ നശിപ്പിക്കാൻ ആര് തന്നെ നോക്കിയാലും സാധിക്കില്ല. കാരണം അത് മാത്രമേ സത്യമായിട്ടുള്ളൂ, അതാണുള്ളത്, ബാക്കിയൊക്കെ മായയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ആര് പോരാടിയാലും അത് നശിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തളർന്നിരിക്കാൻ പാടില്ല എന്നുള്ളതും കൂടിയും ഇവിടെ പറയണം. അങ്ങനെ വിഭീഷണൻ പറഞ്ഞു, വിഭീഷണൻ പറയാണ്, നിങ്ങൾക്ക് എന്തറിയാനാണ് ഇവരുടെ ഇവരുടെ ചതിപ്രയോഗങ്ങളൊന്നും അറിയില്ല. ഇപ്പം എന്തിനാ അതിങ്ങനെ ചെയ്തതെന്നറിയോ? ഇന്ദ്രജിത്തിനൊരു യാഗം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിഗുംബലയിൽ പോയിട്ട് ആ യാഗം നടത്തുകയാണ്. സൂര്യനെ പോലും കാണാണ്ട് ആ യാഗം നടത്തിയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വധിക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ആ യാഗം പൂർത്തിയാക്കാൻ സമ്മതിക്കാണ്ട് എല്ലാവരും ചെന്നിട്ട് അവിടേക്ക് ചെല്ലണം എന്ന് പറയും. അങ്ങനെ ആ ശ്രീരാമനോട് പറഞ്ഞു, ഇങ്ങനെ തളർന്നിരിക്കരുത്, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ധാരാളം വാനരന്മാരുടെ പേരൊക്കെ ഇതിൽ പറയണ്ടേ. ആ വാനര സൈന്യവും വിഭീഷണനും ലക്ഷ്മണനും കൂടിയിട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ ആ യാഗസ്ഥലത്ത് കുറേ രാക്ഷസന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ തോൽപ്പിച്ചു കൊണ്ട് യാഗത്തിനെ മുടക്കാൻ നോക്കിയപ്പോൾ വിഭീഷൺ അവിടെ നിന്ന് യാഗം പൂർത്തിയാക്കാൻ പറ്റില്ല, ഇവരെ കൊന്നിട്ടാവാന്ന് വിചാരിച്ചിട്ട് മേഘനാഥൻ്റെ വെളിച്ചത്തേക്ക് വന്നു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, പുറത്തേക്ക് ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ, ഹോമം പൂർത്തിയാക്കാണ്ട് പുറത്തേക്ക് വന്നു വെച്ചാൽ അപ്പോൾ അവൻ്റെ മരണം നിശ്ചയമാണ്. ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്തോളൂ, ആ മേഘനാഥനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയും. വിഭീഷണനെ കണ്ടപ്പോൾ മേഘനാഥൻ പറഞ്ഞു, നമ്മുടെ കുലത്തിൽ നിന്ന് പോയിട്ട് അന്യ ഭാഗത്ത് ചെന്ന് നിന്നിട്ട് ഈ കുലം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ, അതിന് നീ ഒരു മഹാഭാപിയാണ്, വംശനാശം മറ്റേയാൾക്ക് ഗതി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഞാൻ വംശനാശം വരുത്താനല്ല പ്രയത്നിക്കേണ്ടത്, വംശം നിലനിർത്താനാണ്. അപ്പോൾ ഞാനത് എത്ര ആൾക്കാരായാലും അവനവൻ്റെ വംശത്തിന് അനുകൂലമായിട്ട് നിൽക്കുക അല്ലേ. നമ്മളുണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കേണ്ട. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും അച്ഛനായാലും മക്കളായാലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തെറ്റായ വഴിക്ക് പോകുമ്പോൾ ആ കുട്ടി തെറ്റായ വഴിക്കാണ് പോണതെന്ന് പറഞ്ഞാൽ തിരുത്തേണ്ടത് അവരുടെ അച്ഛനമ്മമാരുടെ ആ വീട്ടിലുള്ളവരുടെ ചുമതലയാണ്. അല്ലാണ്ട് അവനോടൊപ്പം ചേർന്നിട്ട് ആ തെറ്റിനെ ആവർത്തിച്ച് അതിനെ അനുകൂലിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? അത് ആ കുടുംബത്തിന് മുഴുവനും നാശമായിട്ട് തീരുകയാണ്. അപ്പോൾ അതിൽ പെടാണ്ട് ഒരുത്തൻ നീങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവനാണ് ആ കുലത്തിനെ സംരക്ഷിക്കുന്നവൻ. പറഞ്ഞു, ഞാൻ ഈ കുലത്തിനെ സംരക്ഷിക്കാനാണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആ വംശം നശിക്കാണ്ട് ഞാനിതാ കാത്തു രക്ഷിക്കും എന്നെല്ലാം അവിടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാ. അവിടെയുള്ള ആ യുദ്ധത്തിൽ എല്ലാവരും പറഞ്ഞു, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു യുദ്ധം പണ്ട് കാലത്ത് ഒരു വെട്ടിയിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകൂല്ല, ഇവരെ പോലെയുള്ള വീരന്മാരൊന്നും ലോകത്ത് കാണാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ യുദ്ധം 3 ദിവസമാണ്. ആ ഘോരമായ യുദ്ധം, ആർക്കും ജയവും പരാജയവും ഒന്നും ഇല്ലാണ്ട് ഒരേപോലെ 3 ദിവസം ആ യുദ്ധം നടന്നു. 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു? ഐന്ദ്രാസ്ത്രം കൊണ്ട്
ആ മേഘനാഥൻ്റെ ശിരച്ഛേദം നടത്തിയിട്ട് മേഘനാഥനെ വധിച്ചു. അപ്പോൾ അതുകൊണ്ട് അതോടുകൂടിയിട്ട് ദേവന്മാർക്കൊക്കെ സമാധാനമായി. ഒരുവിധം എല്ലാം ആ രക്ഷോഗണങ്ങളൊക്കെ ഒടുങ്ങി. ഇനി അധികം താമസിയാണ്ട് രാവണവധം ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് അവരൊക്കെ സന്തോഷിച്ചു. ആ ശ്രീരാമൻ്റെ പാദകം എല്ലാ വനരന്മാരും ചെന്നിട്ട് ആ ശ്രീരാമൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. ഞങ്ങൾക്ക് ഇതൊക്കെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കണം. അങ്ങനെ ഇത് ഇന്ദ്രജിത്ത് മരിച്ചതോടു കൂടിയിട്ട് രാവണനും മരിച്ചു എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ട് ആ മകൻ്റെ മരണം പറഞ്ഞിട്ട് ആ രാവണൻ ദുഃഖത്തോടു കൂടി ഇരിക്കണു എന്നുള്ള ഭാഗം വരെ നമ്മൾ പാരായണം ചെയ്ത് അടുത്ത ഭാഗം കൂടി പാരായണം ചെയ്തിട്ട് ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. ജാനകീ ജീവനസ്മരണം ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രം മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി വിനെ വിലാപം തുടങ്ങിനാൻ. ഹഹാ കുമാര മണ്ഡോദരീ നന്ദന ഹഹാ സുകുമാര വീരാ മനോഹര മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖാമിതെന്നു മറയ്ക്കുന്നതുള്ളി ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറിതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമാ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രാഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനൻ എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഗഡ്ഭവുമൊങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനൻ ക്രുദ്ധനം രാക്ഷസൻ സീതയാം ദുഷ്ടനം രാവണനെ കണ്ടു ഭീതിയായത്രയും വ്യപദൂഗാത്രിയായി ഹാരാമ രാമ രാമേതി ജപത്തോടുമാ ആരാമദേശേ വസിക്കും ദേശാന്തരേ ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ ഗർഭുരാസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മാകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലാനെന്നു ജഗത്രയ സമ്മതം സാവകാമായ ഗുണങ്ങൾ വർണ്ണിപ്പതീനാവതില്ലോർക്കിൽ ഗുഹാനുമനന്തനും ദേവേശ്വരനായ പുരാവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവൻ പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യന വന്ദ്യനം പുണ്യാജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവൻ എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവതാമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കൃത്യവർദ്ധനം. രാത്രി ജരേന്ദ്രപ്രവര പ്രഭോമയ സാദ്രം വിരാവോടു പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോറ്റെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചുകൊള്ളുക. മാനസാതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷം പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും അസയാ മന്ത്രികളോട് നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിരു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റള ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തവൻ ബാണങ്ങളെ ഇതതു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ജാനകീ ജീവനസ്മരണം. മകനായിട്ടുള്ള മേഘനാഥൻ മരിച്ചത് കേട്ടിട്ട് വല്ലാതെ ദുഃഖിച്ച് കരഞ്ഞ് കൊണ്ട് പറഞ്ഞു, ഇനി ഇതിനൊക്കെ കാരണം ആരാ? സീതയാ. സീത കാരണം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ആ സീതയെ ഞാനിത് വധിക്കാൻ പോവുകയാണ്. എൻ്റെ മകൻ മരിച്ചത് സീത കാരണമാണെന്ന് പറയണു. ഇത് ആലോചിച്ച് നോക്കൂ, സീത എന്ത് തെറ്റ് ചെയ്തു? സീത കാനനത്തിലിരിക്കുകയായിരുന്നു. സീതയെ കണ്ട് ആരുടെയോ വാക്ക് കേട്ടിട്ടാണ് അല്ലേ? ശരിക്കും
ആ ശൂർപ്പണഖയുടെ വാക്ക് കേട്ടിട്ടാണ് പോയത്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് പലതിലും ആഗ്രഹം വെച്ച് ചാടി പുറപ്പെട്ടാൽ ആപത്താണ് എന്നുള്ളത്. അങ്ങനെ ആപത്ത് വന്നിട്ടും പിന്നെയും പറഞ്ഞു, ആപത്തായിരിക്കുന്ന സാധനം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല നല്ലത്, തിരിച്ചു കൊടുക്കുകയോ ചെയ്ത്. തെറ്റ് ചെയ്യാത്തവരില്ല. ആ തെറ്റ് ചെയ്താൽ അതിൻ്റെ ആ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാമനെ ആശ്രയിക്കൂ എന്ന് എല്ലാവരും പറഞ്ഞു. അതൊന്നും കേട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രാമനെ ആശ്രയിക്കൂ എന്ന് പറയണവരൊക്കെ ദേഷ്യവും വേണ്ട, യുദ്ധം ചെയ്തിട്ട് രാമനെ കൊല്ലണം എന്ന് പറയണവർ. കാരണം അതാണ് മനസ്സിലാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഒരാളോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, അതേ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് ചെയ്യാൻ പാടും, അതങ്ങനെ പാടുമോ ചോദിക്കുമ്പോൾ അവർ പറയും അതിന് കുഴപ്പമില്ല. അപ്പോൾ വേഗം അടുത്ത ആളോട് ചോദിക്കും, 10 ആളോട് ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ട് എന്നാണ് നമുക്ക് കേൾക്കേണ്ട ഉത്തരം. അത് കിട്ടണ വരെ ചോദിക്കും. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാതെ, കാരണം നമ്മുടെ ആഗ്രഹമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതുപോലെ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് കഴിക്കണോണ്ട് ഇപ്പോൾ ഇതൊക്കെ സാത്വിക ആഹാരം കഴിക്കാൻ പാടുള്ളൂ, രാമായണം വായിക്കണോ മറ്റു കഴിക്കണോണ്ട് കുഴപ്പമുണ്ടോ? അപ്പോൾ പറയും സാത്വിക ആഹാരമാണ് പതിവ്, അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു വെച്ചാലും അത് അതൊന്നും വിരോധമില്ല എന്ന് ആര് പറയണു? അങ്ങനെ പറയണവരെ അടുത്ത് വരെ ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഉത്തരം നമുക്ക് കിട്ടണം, അത്രയാണ് ഉള്ളത്. അതുപോലെയാണ് രാക്ഷസന്മാർ. അനുകൂലം പറയുന്ന രാക്ഷസന്മാരെയൊക്കെ കൂടെ നിർത്തി പ്രതികൂലം പറയണവരോടൊക്കെ ശത്രുക്കളായിട്ട് മാറി. നമ്മളും അങ്ങനെയല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് ചെയ്യരുത്, ഇത് തെറ്റാണ്, അങ്ങനെ പാടില്ല. അപ്പോൾ അങ്ങോട്ട് രണ്ടൊച്ച എടുത്തിട്ട് നമ്മുടെ മെക്കട്ടയ്ക്ക് ചാടുകയും അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിവില്ലാണ്ടല്ലേ, അറിഞ്ഞിട്ടല്ലല്ലോ അതന്നെ. അപ്പോൾ അത് സമ്മതിച്ചു, അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്നാൽ ശരി, അറിവില്ലാത്തതുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു, പിന്നെയും അതന്നെ ആവർത്തിക്കുക. 1 അല്ല 10 അല്ല 100 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. ഇത് പറയണവരാരായി തീർന്നു? ശത്രുക്കളായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കഥകളാണ് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇതിന് കാരണമായത് സീതയെ കട്ടത് രാവണൻ, കൊണ്ടുവന്ന് വെച്ചതും രാവണൻ, യുദ്ധം ചെയ്തതും രാവണൻ, എന്നിട്ട് മകൻ മരിക്കാൻ കാരണവും രാവണൻ. എല്ലാവരും രാവണനോട് എത്ര ആൾ പറഞ്ഞു, പുത്രനും ആ കാലനേമിയൊക്കെ പറഞ്ഞല്ലോ, എല്ലാവരും മരിച്ചിട്ട് ഈ ശരീരം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അതിനെ വരെ കൊല്ലാൻ പോയി. എന്നിട്ട് അവസാനം എല്ലാവരും മരിച്ചപ്പോൾ ഇതിനൊക്കെ കാരണം സീതയാണ്. ഇതുതന്നെയാണ് നമ്മളുടെ പ്രവർത്തികളാണ്, നമ്മുടെ മനസ്സാണ്. രാവണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സാണ്. ആ മനസ്സിനെ ആ സ്വാത്വിക ഭാവത്തിൽ ആ ഉള്ളിലുള്ള ആ മാനസിക ഭാവം, ആസുരിക ഭാവമൊക്കെ പോയി ആ സ്വാത്വിക ഭാവം നിറയുമ്പോഴാണ് അവിടെ രാമൻ ജയിക്കുക. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യില്ലേ, എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നാമം ജപിക്കുക. ശരി, നാമം ജപിക്കുക, രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ നാമം ജപിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കണേ. അതുകൊണ്ട് ഈശ്വരനോടൊരു പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല. കുട്ടികളുണ്ടാവണം, മക്കളുണ്ടാവണം, വീട് നന്നാവണം, അത് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ എങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഭക്തി, അതിനു വേണ്ടി ഭക്തിയെ ആശ്രയിക്കണം അല്ലേ? അതിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നമ്മളോട് പലരും പറയും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വേണ്ടത്, അത് നമ്മുടെ ആ പൂർവ്വജന്മകൃതമായിട്ട് വരികയും പോവുകയൊക്കെ ചെയ്യും. നമ്മൾ ഈശ്വരനെ ആശ്രയിക്കേണ്ടത് ആ പരമമായ മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശ്വരനെ ഈ ഭക്തി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാനുള്ളതാണ്. മറ്റ് പലതിനോടാണല്ലേ നമുക്ക് കൊതി. ആ ഭക്തിയുടെ ഭാവത്തിൽ പലതും നേടാൻ നോക്കുക, ഭക്തിയെ മുന്നിൽ നിർത്തിയിട്ട് പലതും നേടാൻ നോക്കുക. അത് തന്നെയല്ലേ ഇപ്പോൾ ഇവിടെയും ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ നമുക്കൊരു അപകടം വരുമ്പോൾ ഇതിനൊക്കെ കാരണം ഉണ്ടല്ലോ, ഇവിടെ വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിച്ചുകൊണ്ടാണ്, ഇത് ചെയ്തുകൊണ്ടാണ്, ഭക്തി ചെയ്തോ, അതൊക്കെ തല്ലി തകർക്കാൻ ആദ്യം പോവുക നമ്മൾ. ഇതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഈ രാമായണം നമുക്ക് കാണുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ ഭാവങ്ങളാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. ആ സീതയെ വധിക്കാൻ പോണ സമയത്ത് വാളൂരി ചെന്നപ്പോൾ അപ്പോൾ വേഗം ചെന്നിട്ട് നയപരമായിട്ട് പറയാൻ സുഭാർശൻ വന്നിട്ട് പറഞ്ഞു, അങ്ങ് ബ്രഹ്മാവിൻ്റെ വംശത്തിൽ ജനിച്ചവനാണ്, അതുകൊണ്ട് 3 ലോകങ്ങൾക്കും പ്രസിദ്ധനാണ് അങ്ങ്, അങ്ങയെ തോൽപ്പിക്കാൻ അങ്ങയുടെ ഒരു മഹത്വം പറയാൻ ആർക്ക് അനന്തന് പോലും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ ഉള്ളൊരു ഗുണം അതുണ്ട്. എങ്ങനെ ഈ ദുഷ്ടന്മാരുടെ ഏറ്റവും വലിയ ഗുണം, അവരെങ്ങനെ ഒരാളെ നമ്മൾ ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ ആ പ്രശംസയിൽ അവർക്ക് അഭിമാനം കൊള്ളുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോളൂ, അവരുടെ ഉള്ളിൽ അത്രയില്ല. എത്ര പ്രശംസിച്ചാലും
അവനവൻ നിൽക്കണ നിലയിൽ നിന്ന് ഒരടി വ്യതിചലിക്കില്ല. അതൊക്കെ അങ്ങനെ പറയണവർ പറയും. നമുക്കറിയാമില്ല നമ്മൾ ആരാന്നുള്ളത്. ഇവിടെ എന്താ പ്രശംസിക്കും തോറും ആ പ്രശംസയിൽ നിന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, അങ്ങേ പോലെ ഒരാളില്ല, ഇങ്ങനെയുള്ളൊരു സ്ത്രീവധം എന്നുള്ള ഈ ദുഷ്പേരുണ്ടാക്കണോ, ഈ സ്ത്രീയെ വധിക്കാൻ ചെല്ലുന്ന രാവണനോട് എതിരിട്ടിട്ട് ആ രാമനെ വധിക്കുക, വാനരന്മാരെ വധിക്കുക, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇത്രയും ഉണ്ടായിട്ട് അത് പറഞ്ഞപ്പോൾ ആദ്യം, കാരണം മനസ്സിൻ്റെ ഭാവം, നമുക്ക് മനസ്സ് എന്തിനോടാ ചേർന്നിക്കണേ അത് ശരിയാണെന്ന് നമുക്ക് തോന്നും. നല്ലതും ചീത്തയും ഒരാൾ ഉപദേശിക്കുമ്പോൾ നന്മയിലേക്കാണ് നമ്മുടെ മനസ്സ് ചേർന്നിക്കണമെന്ന് വെച്ചാൽ നല്ലത് സ്വീകരിക്കും, തിന്മയിലേക്കാണ് നമ്മുടെ മനസ്സ് ചേർന്നിരിക്കണമെന്ന് വെച്ചാൽ തിന്മ സ്വീകരിക്കും. അതാണ് മനുഷ്യ മനസ്സിൻ്റെ ഭാവം. അങ്ങനെ അതിനെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും യുദ്ധത്തിന് പോയപ്പോൾ ആ രാവണൻ കുറേ സമയം ഒറ്റയ്ക്ക് രാക്ഷസന്മാരോട് കൂടിയിട്ട് ചെന്നു. രാക്ഷസന്മാരെയൊക്കെ രാമൻ വധിച്ചു. രാമനും രാവണനും കുറേ നേരം ഒറ്റയ്ക്ക് പോരാടി. അതിന് ശേഷം രാമബാണങ്ങളേറ്റിട്ട് മുറിവൊക്കെ പറ്റി തളർന്ന് ധൈര്യം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും തിരിച്ച് ആ ലങ്കാപുരിയിലേക്ക് വന്നു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി രാവണനും ഇതുപോലൊരു ഹോമം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രാവണനും ഹോമം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ രാമരാവണ യുദ്ധം, അതൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം ആ രാവണ യുദ്ധമൊക്കെയാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ആദിത്യ ഹൃദയ മന്ത്രം വരെയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ഭഗവാൻ എങ്ങനെയാണോ നിശ്ചയിക്കുന്നത് അതുപോലെ വരട്ടെ. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും ഈ പറഞ്ഞ പോലെ ആസുരിക ഭാവം സാത്വിക ഭാവം നിറഞ്ഞതാണ് മനുഷ്യ മനസ്സ്. അതിനുള്ള ആസുരിക ഭാവം ഇല്ലാണ്ടായി സാത്വിക ഭാവം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നാമജപവും രാമായണ പാരായണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ അതിന് നമ്മളുടെ മനസ്സ് അങ്ങനെ പരിപക്വപ്പെടണില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും നിഷ്ഫലമാണ്, പ്രയോജനമില്ല. അപ്പോൾ ആ ഭക്തി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുക. ജീവിതത്തിൽ വരുന്ന ഓരോരുത്തരും ഓരോ നിമിഷവും ഓരോന്നും നമ്മളെപ്പോഴും അത്രയും അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം. പലതും നമ്മളെ പറ്റിക്കാനുള്ളവർ വരും, പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ പറ്റിക്കാനുള്ളവരും, പലത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നൊക്കെ വരും. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധയോടുകൂടി ഇരിക്കണമെങ്കിൽ ആരെ ആശ്രയിക്കണം? ഈശ്വരനെ ആശ്രയിക്കണം, അല്ലേ? നമ്മളൊരു വഴി ഇപ്പോൾ പോവുകയാണ്, ഒരു ഉത്സവത്തിന് പോവുകയാണ്, അമ്മ കുട്ടിയും കൂടി പോകണം. കുട്ടി ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കയ്യും പിടിച്ചിട്ട് ആ കുട്ടി നടക്കണമെന്ന് വിചാരിച്ചാൽ എന്തുണ്ടാവും? ചിലപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് തോന്നും? ഹായ് നല്ലത്, കൈ വിട്ട് ഓടിയെന്ന് വരും. കാരണം അതിനറിയില്ല. പിന്നെ അതിൻ്റെ അമ്മയെ നഷ്ടപ്പെടും. അപ്പോൾ അതേസമയം എന്താ ചെയ്യുക? പോകുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ കയ്യെ മുറുക്കി പിടിക്കും. അപ്പോൾ കുഞ്ഞ് കൈ വിട്ട് കൊതറി ഓടാൻ ശ്രമിച്ചാൽ അമ്മ മുറുക്കി പിടിക്കണോണ്ട് അവിടെ വഴി തെറ്റില്ല. അതുപോലെ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാൽ, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈശ്വരനെ ആശ്രയിക്കുമ്പോൾ ഈശ്വരൻ നമ്മളെ മുറുക്കി പിടിക്കും. ചിലപ്പോൾ നമുക്കും ഇതുപോലെ പല ലൗകികമായിട്ടുള്ള പല ആഗ്രഹങ്ങളുടെ പിന്നാലെ കുതിച്ച് പായാനായിട്ട് നമ്മുടെ മനസ്സ് പറയുന്നത് അത് കണ്ടോ, കണ്ണ് പറയാം അത് കണ്ടോ, കാത് പറയാം അത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്ഷണിക്കും. അപ്പോൾ അത് ശരി തന്നെ, ഇത്തിരിയൊക്കെ കാണണോണ്ട് എന്താ വിരോധം? കുറച്ചൊക്കെ ആവാൻ നമുക്കും പോകാൻ തോന്നും. പക്ഷേ ഭഗവാന്റെ പാദത്തിൽ പറയാം, ഭഗവാനെ എന്നെ മുറുക്കി പിടിച്ചോളണേ. ഭഗവാന്റെ പാദത്തിൽ നമ്മൾ മുറുക്കി പിടിച്ചാലും ഒരു പക്ഷേ നമ്മുടെ കൈ വിട്ടുപോയിന്ന് വരും. അപ്പോൾ ഭഗവാനെ എന്നെ വിടാണ്ട് പിടിക്കണേ എന്ന് ആ ഗുരുവായൂരപ്പനോട്, ആ മുല്ലോർലി തേവരോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ മുറുക്കി പിടിച്ചാൽ നമ്മളത് ആ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് ആ ഈശ്വരനോട് കൂടി ചേർന്നിരിക്കാനായിട്ട് സാധിക്കുന്നുള്ള ആ ഒരു പ്രകരണം വരെ വായിച്ച് നമുക്കവിടെ സമർപ്പിക്കുന്നു. ഈ കർപ്പൂരമൊക്കെ കത്തിച്ച് നമുക്കത് അവിടെ സമർപ്പിച്ച് ആരതി കൊഴിഞ്ഞ് നാമം ജപിച്ച് പ്രദക്ഷിണം വച്ച് നമുക്ക് ഇന്നത്തെ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. എല്ലാവരുടെയും പാദത്തിൽ വീണ് നമസ്കരിക്കണം. എല്ലാവരുടെയും മനസ്സിലെപ്പോഴും സാത്വികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ. ആസുരിക ശക്തി നമ്മുടെ ഉള്ളിൽ ആസുരിക ഭാവം ഇല്ലാണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് സഹകരണത്തോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരോടും നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് നിസ്വാർത്ഥമായിട്ട് എല്ലാവരോടും ഇടപെടാനും സ്നേഹിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ
രംഗത്തിക്കൂ. കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ. കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബൃഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസക്കനകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിതരംഗചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലേശമനിശം ഹൃദി ഭാവയാമി. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗ
മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. മലോർലിത്തേവരെ സന്തോഷിക്കണേ.